മൈ ക്യൂൻസ്, വെൽക്കം ടു പേൾഗോ ഒഫീഷ്യൽ. ഇസ് മീ അമ്മു സബി. നമ്മൾ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനുള്ള പരിപാടിയിലാട്ടോ നമ്മൾ. അതായത് ഇന്ന് 6-ാം മാസത്തിലെ ഹോസ്പിറ്റൽ ചെക്കപ്പിൻ്റെ പിന്നെ ഷുഗർ കൂടിനോ കുറഞ്ഞിനോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കൂടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ ഷുഗറിൻ്റെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ തന്നെ പോകണം, അതായത് 3 മണിക്കൂറൊക്കെ എടുക്കുന്നു. ചില ഓരോരോ ഹോസ്പിറ്റൽ അങ്ങനെയാണ് കേട്ടോ. ക്ലിനിക്കുമൊക്കെ പറയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ 3 മണിക്കൂർ എടുക്കും. ഞാൻ ആദ്യത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും വെറുതെ ഇരിക്കല്ലോ, 1 മണിക്കൂർ വെറുതെ ഇരിക്കണം. അങ്ങനെ റുബിയാൽ ഓഫറൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ നമ്മൾ പോയ സമയത്ത്. എന്തായാലും 2-3 സാധനമൊക്കെ വാങ്ങണം. പിന്നെ നമുക്ക് ഷോപ്പൊക്കെ കാണിച്ച് തരാമെന്നല്ല വിചാരിച്ചിട്ട് അവളുടെ അടുത്ത് പോയതാട്ടോ. ഇത് എല്ലാത്തിനും ഓഫറൊന്നുമില്ല, ചില സാധനങ്ങൾക്ക് ഇവിടെ ഓഫർ വരും കേട്ടോ. ഇപ്പോൾ ഓരോ ഇൻഡിപെൻഡൻസ് ഡേ ഇങ്ങനെ ഓരോരോ പറഞ്ഞിട്ട് ഓരോരോ ടൈമിലാണ് ഓഫറൊക്കെ വരുന്നത്. ഈ ഒരു ടൈമിൽ ധാന്യങ്ങൾക്കൊക്കെ വില കുറവുണ്ടായിരുന്നു. പിന്നെ 2-3 സാധനങ്ങൾക്ക് വില കുറവുണ്ടായിരുന്നു. അങ്ങനെ അമ്മ വരുന്നതിൻ്റെ മുന്നേ ചെറിയ പർച്ചേസൊക്കെ നടത്താമെന്ന് വിചാരിച്ചിട്ട് കയറിയത് കേട്ടോ ഇവിടെ. ഇതിൻ്റെ 2nd ഫ്ലോറിലാണ് എൻ്റെ പാത്രങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനും അത്യാവശ്യം ഓഫറൊന്നുമില്ല, എന്നാലും മിക്സിക്കൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ഇതൊക്കെ 5 പ്ലേറ്റ്. എനിക്ക് ബ്ലാക്ക് പ്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളിത് ഫേമസ് ആയിട്ടുള്ള ബോട്ടിൽ ഇതെപ്പം വിചാരിക്കും എന്തായാലും ഒന്ന് വാങ്ങിക്കണം. പക്ഷെ ഭയങ്കര റേറ്റ് കേട്ടോ. റേറ്റ് തന്നെ നമുക്ക് 320 വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം അങ്ങനെ തന്നെ ജയിച്ചു ഗൈസ്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല, ബോട്ടിലൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ജസ്റ്റ് ഒരു ആരെങ്കിലും ഷോപ്പിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊക്കെ ഉള്ളവരാണ് അധികം റുബിയാൻ തന്നെ ഒക്കെ കേട്ടോ വന്നിട്ട് ഷോപ്പിംഗ്. നമ്മളധികം വരുത്ത് ഓഫർ ടൈമിൽ മാത്രമേ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുള്ളൂ. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ട് ഇങ്ങനെ ടിഫിൻ ബോക്സിലൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുപോയിക്കില്ല. പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പോൾ വിചാരിക്കും ഈ ഒരു ചായപാത്രം ഭയങ്കര നല്ല രസമല്ല, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ചായ ഒക്കെ ഉണ്ടാക്കും. പിന്നെ ചെരുപ്പിനൊക്കെ ഓഫറുണ്ട്. ഇതിനൊക്കെ 50 രൂപയെന്ന് തോന്നുന്നുള്ളൂ. നല്ല അഫോർഡബിൾ ആട്ടോ. 50 രൂപയ്ക്ക് ഒരു നല്ലൊരു ചെരുപ്പൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ. പണ്ടൊക്കെ ഇതേ ഭയങ്കര ക്രേസാണ്, ഒരു പൂമ്പാറ്റേൻ്റെ ഒക്കെ വെച്ചിട്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പിള്ളമാരൊക്കെ ചേട്ടുമ്പോൾ. പക്ഷേ ഇപ്പം ആരും ഇങ്ങനത്തെ ഇത് അത്യാവശ്യം ചേട്ടുന്നുണ്ടാവും. പിന്നെ നമ്മൾ പോയി ആസ്പെയറിൽ വന്നു. 2ാമത്തെ ചെക്കിങ് കഴിഞ്ഞു. പിന്നെ ഇരുന്നു. ഇതന്നെ എൻ്റെ മുടീൻ്റെ കോലൊന്നും പറയണ്ട. ഞാൻ രാവിലെ കുളിച്ച് പാടി ഞാൻ വരുന്നു. ഇടയ്ക്ക് ഒരു ലിപ് ലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാമത് നമ്മളെന്തായാലും അടുത്ത 1 മണിക്കൂർ പിന്നെ വെറുതെ ഇരിക്കണം. അതെനിക്ക് ഭയങ്കര ഫുഡൊന്നും കഴിക്കാണ്ടുള്ള പരിപാടി കേട്ടോ. അന്നേരം നമ്മൾ കിഡ്സ് സോണിലൊന്ന് പോയാൽ തന്നെയുള്ള ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്. അമ്മ ഒന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാൻ പറഞ്ഞിട്ട് വന്നതാട്ടോ ഇവിടെ. നല്ല കുട്ടിക്കുപ്പായ, വാവക്കുള്ള കുട്ടിക്കുപ്പായ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ ഇതിലുള്ള എന്താ പറയുക, ആ ബട്ടണുള്ള കുട്ടിക്കുപ്പായ. പക്ഷേ ഈ കെട്ടുകുപ്പായ എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നില്ലേ, ഡെലിവറി ബാഗ് പാക്കിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അതായത് 5 രൂപ ഏകദേശം നമ്മളെ ഭാഗത്തുള്ളവർക്കെല്ലാം വന്നിട്ട് നല്ലോണം പർച്ചേസ് ചെയ്യുക. കാരണം അത്രയ്ക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കേട്ടോ ഡ്രസ്സൊക്കെ കൊടുക്കുന്നത്. എൻ്റെ കുട്ടീൻ്റെ ബാങ്കിൾസ്, പിന്നെ പാവകളുണ്ട്, ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമ്മളെ കുറേ ഏൽപ്പിച്ചിട്ട് ഇങ്ങ് പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയ റെസ്റ്റ് എൻ്റെ ദൂരെ എത്ര 12 മണിക്കാട്ടോ ഏട്ടാ രാവിലെ. എന്നാൽ അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അങ്ങനെ തന്നെ കോഴിക്കോട് പോയി അവിടെ ഇരുന്നു. എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടായിപ്പോയിന്. പിന്നെ ഇതെൻ്റെ മെഡിസിൻസും കാര്യങ്ങളാണ് ഇപ്പോൾ അത്യാവശ്യത്തിനാണ് വായിച്ചിട്ടുള്ളത്. കൃത്യം വായിച്ച കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ബാക്കിയപ്പോൾ എന്താണെന്നറിയില്ല. അതിനുശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ചോറ് തന്നിട്ടുണ്ടായിരുന്നില്ല. പൊറോട്ടയും ബീഫാട്ടാണ് കഴിച്ചത് നമ്മൾ. ശേഷം നമ്മൾ ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തു. വീട്ടിലെത്തി ഒരുപാട് സ്ഥലത്ത് പോയി. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
എത്ര മണിക്കാണ് ടെസ്റ്റ് ചെയ്ത് 4 പ്രാവശ്യമൊക്കെ ഇത് ബ്ലഡ് എടുത്തിട്ട് നമ്മൾ 12 മണി അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായി ഇപ്പോൾ വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഞാൻ നല്ലോണം എങ്ങനെ അതിൻ്റെ സൗകര്യം പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വ്ളോഗ് ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യുക.